എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വൈറ്റിലയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരത്തിൽ ചളിക്കവട്ടം എന്ന സ്ഥലത്താണ് വെൽനസ് സൊല്യൂഷൻസ് ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത്. അസുഖം മനുഷ്യ സഹജമാണ്. അസുഖം പിടിപെട്ടാൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നു, അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നു. ഏത് രീതിയിലാണെങ്കിലും രോഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. രോഗത്തിൻ്റെ മൂലകാരണം കണ്ടെത്തി അതിനെ വേരോടെ പിഴുതെറിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. മരുന്നുകൾ കഴിക്കുമ്പോൾ അതിന് പലതരമുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. നോട്ട് ഓൺലി ദാറ്റ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ യുവർ ഫുഡ് ഹാബിറ്റ്സ്. എന്നാൽ വെൽനസ് സൊല്യൂഷൻസിൻ്റെ ചികിത്സാ രീതി തികച്ചും വ്യത്യസ്തമാണ്. കൂടുതൽ മരുന്നുകൾ നൽകാതെ രോഗിക്ക് ആവശ്യമുള്ള ഫുഡ് സപ്ലിമെൻസുകൾ മാത്രം നൽകി ശരീരത്തിൽ ഒരു മുറിപ്പാട് പോലും ഉണ്ടാക്കാതെ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, കൊളസ്ട്രോൾ, ക്യാൻസർ, എപ്പിലെപ്സി, അൽഷീമേഴ്സ്, ഇൻഫെർട്ടിലിറ്റി തുടങ്ങി ഇപ്പോൾ നിലവിലുള്ള വൈറൽ ഫീവർ വരെ ചികിത്സിച്ച് ഭേദമാക്കിയ വ്യക്തിയാണ് ഡോക്ടർ ശ്രീകുമാർ. വെൽനസ് മാനേജ്മെൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കഴിഞ്ഞ 6 വർഷമായി ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വെൽനസ് സൊല്യൂഷൻസിൻ്റെ ഫൗണ്ടറും ചെയർമാനുമായ ഡോക്ടർ ശ്രീകുമാറാണ് നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. 5-6 വർഷമായി വെൽനസ് സൊല്യൂഷൻസ് തുടങ്ങിയിട്ട് വലിയൊന്നും പബ്ലിസിറ്റി ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ജനങ്ങൾ ഇതിനെ സ്വീകരിച്ചത്? വെൽനസ് സൊല്യൂഷൻസ് 6 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഉദ്ദേശം പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ കൺസെപ്റ്റിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പബ്ലിസിറ്റി കൊടുത്തില്ല. കാരണം സാധാരണ പബ്ലിസിറ്റി കൊടുക്കുന്ന ആശുപത്രികൾക്കും രോഗചികിത്സിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് വന്നെങ്കിലും അതിനെപ്പറ്റി പ്രതിപാദിച്ച് പലയിടത്തും ചെയ്തെങ്കിലും ഇനീഷ്യൽ റെസ്പോൺസ് വലുതായിട്ടില്ലായിരുന്നു. കാരണം എല്ലാവരും രോഗം വന്നതിന് ശേഷം മാത്രമേ ഡോക്ടറെ അടുത്തോ ആശുപത്രിയിലോ പോകുന്നുള്ളൊരു പ്രത്യേക സവിശേഷതയാണ്. ഇവിടെ മാത്രമല്ല, ലോകത്ത് പലയിടത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൺസെപ്റ്റ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രചരിപ്പിക്കാനായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും ഏറ്റവും നല്ലതെന്നുള്ളത്. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഗ്രോ ചെയ്തത്. പക്ഷേ 6 വർഷത്തിനിടെ നമ്മൾ കണ്ടത് ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാലും ആൾക്കാർ വരുന്നതെല്ലാം രോഗം ബാധിച്ച വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് രോഗികളായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറി. ടിപ്പിക്കൽ കൺവെൻഷണൽ രോഗചികിത്സയിൽ നിന്ന് മാറി പ്രത്യേകിച്ച് വെൽനസ് മാനേജ്മെൻറ്റ്, അത് ന്യൂട്രീഷണൽ മെഡിസിൻ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും ബാക്കിയുള്ളതുമായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ട് അതിൻ്റെ റിസൾട്ട്സ് കൊണ്ടുള്ള പ്രയോജനമാണ് ഇന്ന് കാണുന്നത് നമ്മുടെ ഇതിൻ്റെ വളർച്ച. ഹലോ 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 ഇത് കുവൈറ്റിന്നാണ്. ഡോക്ടറോട് ചോദിക്കാനായിരുന്നു. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടർ, ഇത് കുവൈറ്റിന്നാണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് സുജാത. ഓക്കെ, എന്താണ് ചോദിക്കാനുള്ളത്? പറഞ്ഞോളൂ. എന്റെ മോന് 3-4 വർഷമായി നല്ല വീസിംഗ് ആണ്. മരുന്ന് കഴിക്കാറുണ്ടോ സ്ഥിരമായിട്ട്? അവന് സ്പ്രേ എടുക്കുന്നുണ്ട്. അതിന് സ്പ്രേ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ? ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഇത് കേട്ടിടത്തോളം ഒരു അലർജിക് ആസ്മ എന്നുള്ളൊരു കണ്ടീഷനാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടുന്ന മാർഗങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയ സാധനമുണ്ട്. ഞങ്ങൾ ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേഷനുള്ള എക്കിനേഷ്യ എന്ന് പറയുന്ന ടാബ്ലറ്റ്സ് ഉണ്ട്. ഒരു കോഴ്സ് കൊടുത്തു കഴിയുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വൈറ്റമിൻ സിയും മഗ്നീഷ്യവും അങ്ങനെ ചേർന്ന വൈറ്റമിൻസും മിനറൽസിൻ്റെ കോമ്പിനേഷൻ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ സ്പ്രേയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? അവനിപ്പോ 15 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത് വളരെ 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 ഇഫക്റ്റീവ് ആയിരിക്കും. കാരണം ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഒരു എന്തെങ്കിലും പ്രയാസമുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നാട്ടിൽ വരുന്ന സമയത്ത് ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കറക്റ്റ് ഡോസേജും ബാക്കിയുള്ളതൊക്കെ നേരിൽ ഒരാളെ അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത് അസുഖം കൂടി വരുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. നെബുലൈസേഷൻ കമ്പാരിറ്റീവ്ലി സേഫർ മെഡിസിൻ ആണ്.
മറ്റുള്ള ഇഞ്ചക്ഷൻസോ ഗുളികകളൊക്കെ അധികം കഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ 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 താങ്ക് യു താങ്ക് യു ഡോക്ടർ. താങ്ക് യു.